തെറ്റുകളിൽ നിന്ന് പഠിക്കുക. ഗലാത്യലേഖനം 6-ാം അധ്യായം 1 മുതൽ 10 വരെ. ധ്യാനത്തിനായിട്ട് 7-ാം വാക്യം. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. വീടുകൾ അലങ്കരിച്ച് മോടി പിടിപ്പിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടിയ ഒരു യുവതി ഒരിക്കൽ തൻ്റെ കൂട്ടുകാരിയുടെ ഒത്ത് വലിയ ധനാഢ്യയായ ഒരു വൃദ്ധയെ കാണാൻ പോയി. ഒരു പരുക്കൻ പ്രകൃതക്കാരിയായിരുന്നു ആ വൃദ്ധ. അവരുടെ മുറി അലങ്കരിക്കുന്ന പണി കിട്ടുമോ എന്നറിയാനായിരുന്നു ആ യുവതിയും കൂട്ടുകാരിയും പോയത്. ആ ജോലി കിട്ടുമെന്ന യാതൊരു ഉറപ്പും ആ കലാകാരിക്കില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതിനു മുൻപ് ആ പട്ടണത്തിലുള്ള എല്ലാ അലങ്കാര പണിക്കാരും ആ വൃദ്ധയെ സമീപിച്ചെങ്കിലും ആരെയും അവർക്ക് പിടിച്ചില്ലത്രേ. ഏതായാലും അവർ വൃദ്ധയെ ചെന്ന് കണ്ടു. അവരുടെ മുറിയെല്ലാം നോക്കിയ ശേഷം അത് അലങ്കരിക്കുന്നതിനുള്ള തുക പറഞ്ഞു. വൃദ്ധ ആ കലാകാരിയെ ആകമാനം ഒന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നീട് ഇപ്രകാരം ചോദിച്ചു, നിങ്ങളുടെ ജോലിയിൽ എപ്പോഴെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? തീർച്ചയായും എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ യുവതി പ്രതിവചിച്ചു. ശരി, വളരെ നല്ലത്. നിങ്ങൾ തന്നെ ഈ ജോലി ചെയ്യണം. മുമ്പ് വന്നുപോയ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ സന്ദർഭം കിട്ടാത്ത ആളുകളെ കൊണ്ട് ഈ ജോലി ചെയ്യിച്ച് ഞാനൊരു വിഡ്ഢിയായി തീരാൻ ആഗ്രഹിച്ചില്ല, ആ വൃദ്ധ പറഞ്ഞു. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് ഭാവിയുടെ നേരെ പുറംതിരിഞ്ഞിരിക്കുന്നവർക്ക് ഒരു പുതിയ ജീവിത വീക്ഷണം സ്വീകരിക്കാൻ ഈ കഥ സഹായകരമായിരിക്കും. തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോകുന്ന വീഴ്ചകളെപ്പറ്റി ചിന്താഭാരത്തോടുകൂടി മുന്നോട്ട് കാലെടുത്ത് വയ്ക്കാൻ കഴിവില്ലാതെ നെടുവീർപ്പിട്ട് കഴിയുന്നവരായിരിക്കുമല്ലോ നമ്മിൽ പലരും. പരാജയം നേരിടുവാനുള്ള സാധ്യതയെയും തന്മൂലം ഉണ്ടായേക്കാവുന്ന നാണക്കേടിനെയും സംബന്ധിച്ച് മുൻകൂട്ടി ഓർത്ത് ചകിതരായി തീരുന്നതിനാൽ യാതൊരു പുതിയ സംരംഭത്തിലേക്കും തുനിഞ്ഞിറങ്ങാൻ അങ്ങനെയുള്ളവർക്ക് കഴിയുകയില്ല. മറ്റുള്ളവർ നമ്മെപ്പറ്റി എന്ത് വിചാരിക്കുമെന്നുള്ള ഭയവും നമ്മുടെ ഉത്കണ്ഠയും മറ്റൊരു കാരണമാണ്. യഥാർത്ഥത്തിൽ നാം വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ അതിസൂക്ഷ്മമായി നോക്കുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. മഞ്ഞുകെട്ടിയുടെ മീതെ തെന്നി ചാടിക്കുന്ന വണ്ടിയിൽ സഞ്ചരിക്കുവാൻ ഒരുവൻ പഠിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വേച്ചും വിറച്ചും സ്വയം വിഡ്ഢിവേഷം കെട്ടിയാണ്. തീർച്ചയായും സ്വയം വിഡ്ഢിയാകാൻ തീരുമാനിക്കുന്നവൻ ഏതു കാര്യത്തിലും അഭിവൃദ്ധിപ്പെടുമെന്ന് ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്. വിഷാദ നിർഭരമായ ചിന്തകൾ നിറഞ്ഞ മനസ്സിൽ പ്രസന്നതയും ഓജസ്സുമുള്ള ചിന്തകൾ ഉണ്ടാവുക ദുഷ്കരമാണ്. ഓരോ ദിവസവും ഉണ്ടാകുന്ന നൈരാശ്യം, മോഹഭംഗം, വീഴ്ചകൾ, ഭോഷത്വങ്ങൾ ഇവയെല്ലാം എന്നും പുനരവലോകനം ചെയ്ത ശേഷം അവ നമുക്ക് നൽകുന്ന അനുഭവജ്ഞാനം ഉൾക്കൊള്ളണം. പിന്നീട് അവയെ ഒരു ഭാണ്ഡക്കെട്ടാക്കി നമ്മുടെ ബോധമണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു കളയുക. പിമ്പിലുള്ളത് മറന്നിട്ട് മുമ്പിലുള്ള ലക്ഷ്യം പ്രാപിക്കുവാനായി മുന്നോട്ടാഞ്ഞ് ഓരോ ചുവടും വയ്ക്കണം. വീഴ്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പഠിക്കാനുള്ളത് പഠിക്കുക. പിന്നീട് അവയെക്കുറിച്ചുള്ള ഓർമ്മയുടെ വിഴുപ്പുപാണ്ഡം വിസ്മൃതിയിലേക്ക് എറിഞ്ഞ് കളഞ്ഞ ശേഷം നമുക്ക് പ്രാപിക്കുവാനുള്ള ലക്ഷ്യത്തിലെത്താനാണ് ആഞ്ഞും കൊണ്ട് മുമ്പോട്ട് പോകാം. ഓർക്കണമേ, അറിവിനും അറിവില്ലായ്മയ്ക്കും ഇടയിലാണ് ദൈവത്തിൻ്റെ വഴി. 85-ാം സങ്കീർത്തനം 11-ാം വാക്യം. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.